നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ രാഷ്ട്രീയം നോക്കിയാണ് ആൾക്കാരെ വിലയിരുത്തുന്നത് അല്ലേ? ശരിയാണ്. നമ്മുടെ രാജ്യം പ്രോഗ്രസ്സിലേക്ക് പോയത് മോദിജി ഭരണത്തിൽ വന്നതിന് ശേഷം തന്നെയാണ്. പലരും പറഞ്ഞു മൻമോഹൻ സിംഗിന് വളരെ നയതന്ത്രപരമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പാവ പ്രധാനമന്ത്രി മാത്രമായിരുന്നു. അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ മോദിജി വന്നതിന് ശേഷം ഇന്ത്യ വികസിക്കുകയും ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങൾ ആദരിക്കുകയും ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഗ്രോത്തും കൂടുതലാണ്. പക്ഷേ ചില സംഭവങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ, അതായത് സ്ത്രീകളെ കാണാതെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമ്മുടെ ഭരണകൂടം കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എങ്ങനെയാണ് ഇവിടുന്ന് മനുഷ്യക്കടത്ത് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ രാജ്യം നമ്പർ 1 ആവാൻ വളരെയധികം കാലതാമസമില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരത്ത് വളരെ ശ്രേഷ്ഠമായ ചില രാഷ്ട്രീയ പ്രതിബിംബങ്ങളെ എനിക്ക് കാണാൻ പറ്റി. അതിലൊന്നാണ് മേയർ രാജേഷ്. വളരെ നല്ല സ്വഭാവം. ഓരോ സെക്കൻഡുകളുടെ ഓരോ ഫ്രാക്ഷനും അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടെ എന്തൊക്കെയാണോ പ്രതികൂലങ്ങളുള്ളത് അത് മാറ്റാൻ വേണ്ടി മാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു, സ്വന്തം കാര്യം നോക്കാതെ. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അദ്ദേഹം 24 മണിക്കൂർ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടിയാൽ അത്രയും അദ്ദേഹം ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കും എന്ന് തോന്നുന്നു. വളരെ ശാന്തമായ സ്വഭാവം, വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം. നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരാണ് എന്നുള്ള ഒരു ഇതില്ലാതെ അദ്ദേഹം വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറുന്നു. ഇവരെയൊക്കെ എന്താണ് പറയുക? അപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയമാണെങ്കിലും അതിൽ നല്ല ആൾക്കാർ ഒത്തിരിയുണ്ട്. ജനങ്ങളെ തിരിച്ചറിയുന്നവർ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ജനങ്ങളിൽ ഒരാളായിട്ട് മാറുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെയല്ലേ നമുക്ക് വേണ്ടത്. അല്ലാതെ ഗമയും കാണിച്ച് ഇരട്ടത്താടിയും ഡബിൾ ചിന്നും കാണിച്ച് ഗമയോടെ ഇരിക്കുന്ന ഒരു മസിൽമാനെയാണോ നമുക്ക് വേണ്ടത്? അല്ല. നമ്മുടെ ശശി തരൂർ ഇവിടുന്ന് എത്ര പ്രാവശ്യം ജയിച്ചു പോയി? ആർക്കെങ്കിലും അദ്ദേഹം അക്സസിബിൾ ആണോ? അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചോ? വലിയ കാര്യമായിട്ട് ആദ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഇങ്ങോട്ട് കൊണ്ടുവരും തിരുവനന്തപുരത്തേക്ക്. എവിടെ കൊണ്ടുവന്നു? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സ്കോളേഴ്സിനെയും മറ്റുമൊക്കെ പടച്ചു വിടുമ്പോൾ നമ്മൾ പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നിട്ട് ഒരു കാര്യവുമില്ല. സാധാരണ ജനങ്ങൾക്കിടയിൽ നമുക്ക് അപ്രോച്ച് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന നിലയിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ കഴിവുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് വേണ്ടത്. പിന്നെ ധാർഷ്ട്യം പിടിച്ചവരെ മാറ്റി നിർത്തുക. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഒരു തെറ്റും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആർക്ക് എപ്പോഴും കയറി ചെല്ലാം, ആർക്ക് എന്ത് പരാതിയും കൊടുക്കാം, അത് ഉടനെ തന്നെ നടപ്പിലാക്കും. അതിൻ്റെ വേണ്ട നടപടി അദ്ദേഹം എടുക്കും. അതാണ് രാഷ്ട്രീയം, അതാണ് രാഷ്ട്രീയ തലവൻ. അങ്ങനെയുള്ളവരെ വേണം നമുക്കിനി തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഇനി അടുത്ത നിയമസഭയിലേക്ക് ഇലക്ഷൻ വരികയാണ്. ഇവിടെ പാർട്ടികൾ 3 പ്രധാന മുന്നണികൾ 3 ഉണ്ട്. നമ്മളതിൽ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക. നല്ലവർ വരട്ടെ. നമ്മുടെ തിരുവനന്തപുരവും നമ്മുടെ കേരളവും രക്ഷപ്പെടട്ടെ. ഇവിടുത്തെ ആദിവാസി സമൂഹം രക്ഷപ്പെടട്ടെ. അവർക്ക് സിക്കിൾ സെൽ അനീമിയയും മറ്റും വന്ന് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം, അതുപോലെ പോഷകാഹാരക്കുറവ് അമ്മമാർക്കുണ്ടാകുന്നത് കാരണം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം അത് കുറയട്ടെ. അവർക്ക് കഞ്ചാവും കള്ളും നൽകി അവരുടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് നിർത്തട്ടെ. വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നത് നിർത്തട്ടെ. അതുവഴി വരുന്ന ചാനലുകൾ മാറട്ടെ. പ്രധാന ചാനലുകൾ, ഞാനിപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറിനെ വളരെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഈ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ വെളിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറുനാടൻ മലയാളിയും മലയാളി വാർത്തയും ഒക്കെ, അങ്ങനെയുള്ള ചാനലുകൾ വീണ്ടും വീണ്ടും ഉയർന്നു വരട്ടെ. ITI ചാനൽ പോലെയുള്ളവർ, DNA മുതലായവ, അങ്ങനെയുള്ളവർ ആളുകളുടെ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ തെറ്റായ കാര്യങ്ങൾ ചില ചാനലുകൾ ചില രാഷ്ട്രീയ ചായ്വോടെ കൊണ്ടുവരുന്നതും ഞാൻ കാണാറുണ്ട്. അത് തെറ്റാണ്. നമ്മളിവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെ പറയണം. പാർട്ടി നോക്കിയല്ല പറയേണ്ടത്. പാർട്ടിയിൽ ചെകുത്താന്മാരുമുണ്ടാവും, ദേവന്മാരുമുണ്ടാവും. ആ ദേവന്മാരെ നമുക്ക് തിരഞ്ഞെടുത്ത് വിടാം. അവർ നമുക്കൊരു മുതൽക്കൂട്ടാവും. നമുക്കെപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റും അവരെ. അവർ അവരുടെ സ്വന്തക്കാരെന്ന പോലെ തന്നെ അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരാണ് ഇവിടെ വേണ്ടത്. ഇല്ലാതെ നമുക്ക് വലിയ ആൾക്കാരാണ്, ആരുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്, നിങ്ങൾ ആരുടെ പൈസ കൊണ്ടാണ് നിങ്ങൾ ഈ വിഹരിക്കുന്നത്, അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്?
പോലീസിനെ അതിനകത്തും പൊളിറ്റിക്സ് നിങ്ങൾ കൊണ്ടുവരുന്നില്ലേ? അതൊക്കെ മാറ്റി നമ്മുടെ നാട്ടിൽ സമാധാനപൂർവ്വം നടക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ, എല്ലാവർക്കും, പുരുഷന്മാർക്കും ഒക്കെ സമാധാനപൂർവ്വം നടക്കാൻ പറ്റുന്ന അന്തരീക്ഷം കൊണ്ടുവരട്ടെ. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വോട്ട് ചെയ്യാം. അങ്ങനെയുള്ളവരെ വിജയിപ്പിച്ച് വിടാം. നല്ലൊരു കേരളം നമുക്കുണ്ടാകട്ടെ.